നമസ്കാരം. വിവേകമുള്ള ഒരു പക്ഷിയും തന്റെ സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കാറില്ല. ശശി തരൂരിനെതിരെ എഴുത്തുകാരി സുധാ മേനോൻ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷിയോട് ഉപമിച്ച് ശശി തരൂർ നടത്തിയ ട്വീറ്റിന് വിമർശനവുമായി എഴുത്തുകാരി സുധാ മേനോൻ. വിശാലമായ ചിറകുകളും ആകാശവും ഉള്ളപ്പോഴും വിവേകമുള്ള ഒരു പക്ഷികളും തന്റെ സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കാറില്ല എന്നായിരുന്നു സുധാ മേനോന്റെ കുറിപ്പ്. പക്ഷേ പറക്കാൻ ആരോടും അനുമതി ചോദിക്കണ്ട, ചിറകുകൾ നിന്റെ തന്നെയാണ്. ആകാശം ആരുടെയുമല്ല, ആർക്കും പറന്നു കയറാം എന്ന അടിക്കുറിപ്പോടെ പറന്നു കയറാനിരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രവും വെച്ചുകൊണ്ട് ആണ് ഇന്നലെ ശശി തരൂർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. ശശി തരൂരിന്റെ മോദി വാഴ്ത്തലിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ പരിഹാസ പോസ്റ്റിന് പിന്നാലെയായിരുന്നു ഈ പോസ്റ്റ് ശശി തരൂർ ഇട്ടത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി നിരന്തരം മോദിയെ വാഴ്ത്തി ശശി തരൂർ BJPയുമായി അടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം, കുറച്ചു നാളുകൾ കൊണ്ട് ശശി തരൂർ തന്റെ പാർട്ടിയെ വിട്ട് BJPയിലുള്ള മോദിയെ, നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ വാഴ്ത്തലാണ് ശശി തരൂരിന്റെ പ്രധാന പരിപാടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മുൻപ് പറഞ്ഞതുപോലെ വിശാലമായ ആകാശവും കൂടും ചിറകും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൂട് ഒരു അഭയം തന്നെയാണ്. ആ കൂട്ടിൽ ആരും നിരന്തരം കാഷ്ടിക്കാറില്ല. 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് ചിലർ ആക്ഷേപിച്ചപ്പോഴും ആ മുറിവുണക്കി അഭയം തന്നത് കൂട് തന്നെയായിരുന്നു. ഈ പുറത്ത് കാണുന്ന സുന്ദരാകാശമായിരുന്നില്ല ആ അഭയം തന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. ഈ പക്ഷികൾ നിരന്തരമായി പാർട്ടി നിലപാടുകൾ തള്ളി മോദിയെ വാഴ്ത്തുന്ന ശശി തരൂർ ഏറ്റവും അവസാനമായി ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മോദിയെ പ്രശംസിച്ചിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ശശി തരൂർ ഈ പക്ഷി പോസ്റ്റ് ഇട്ടത്. ശശി തരൂരിന്റെ ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ശശി തരൂർ BJPയിലേക്കാണെന്ന വാർത്തയും പരന്നിരുന്നു. എന്നാൽ ഒരിക്കലും BJPയിലേക്ക് ഞാൻ പോകില്ല എന്ന് മോസ്കോയിലായിരുന്നപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇങ്ങനെയുള്ളൊരു പ്രതികരണം വന്നപ്പോൾ ശശി തരൂർ മോസ്കോയിലായിരുന്നു, പര്യടനത്തിലായിരുന്നു. തന്റെ ലേഖനത്തെ BJPയിലുള്ളവർ പുകഴ്ത്തി പറഞ്ഞപ്പോൾ മറ്റുള്ളവർ താൻ BJPയിലുള്ള ഒരു ചാട്ടത്തിന് ഒരുങ്ങി നിൽക്കുകയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. അവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും പറഞ്ഞു ശശി തരൂർ. ദേശീയതയ്ക്കും രാജ്യത്തിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നും എന്റെ ശബ്ദം രാജ്യത്തിനു വേണ്ടിയാണ് ഉയരുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി. അങ്ങനെ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിൽ നിന്ന് അത്രയും പിന്തള്ളലാണ് ശശി തരൂരിന് അനുഭവപ്പെടേണ്ടി വന്നിരിക്കുന്നത്. ശശി തരൂർ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാഴ്ത്തലിന് വേണ്ടി, വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാഴ്ത്തിപ്പാടലിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് വിശദീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തികളിൽ ഒരാളായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള അറിവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വാക്ചാതുര്യവും നമ്മുടെ മറ്റ് MPമാരെക്കാളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മുടെ അമിത്ഷായും മോദിജിയും പറയുന്നത് നമ്മുടെ കുട്ടികളാരും ഇംഗ്ലീഷ് പഠിക്കേണ്ട, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കേണ്ട എന്നാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് താമസിയാതെ ലജ്ജിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് ഇതും കൂടി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ തീർച്ചയായും ഇതൊരു വിരോധാഭാസം തന്നെയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ശശി തരൂരിനെ വിദേശത്തേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഒരു
പോക്കുണ്ടായപ്പോൾ കോൺഗ്രസിൽ നിന്ന് ചെറുതായി വ്യതിചലനം തീർച്ചയായും ശശി തരൂരിന് ഉണ്ടായോ എന്നൊരു സംശയം കോൺഗ്രസിലുള്ളവർക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായും അത് സ്വാഭാവികമായും ഉണ്ടാവുന്നതും തന്നെയാണ്. പക്ഷെ ഇത്രയും നാളും കോൺഗ്രസിൽ നിന്നിട്ട് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ BJP-യിലേക്ക് പോയാൽ മുൻപ് പറഞ്ഞതുപോലെ വിവേകമുള്ള ഒരു പക്ഷിയും തൻ്റെ കൂട്ടിൽ കാഷ്ടിക്കാറില്ല എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. കാരണം എപ്പോഴും കൂടായിരിക്കും ഒരു അഭയം. വിശാലമായ ആകാശത്ത് തൻ്റെ ചിറകുകൾ ഉയർത്തി പറക്കുമ്പോഴും ചിറകുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ തിരികെ വന്നു ചേരേണ്ടത് കൂട്ടിലേക്കാണ്. അപ്പോൾ ശശി തരൂരും അങ്ങനെ ആകാശത്തിലേക്ക് പറന്നുയർന്നിട്ട് തിരികെ കൂട്ടിലേക്ക് വന്നു ചേരുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ നമസ്കാരം.